ജങ്കാറിൽ വൈപ്പിനിലെത്തിയാൽ ആദ്യം കാണുന്നത് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സ്റ്റേഷനായ കൊച്ചിൻ വാട്ടർ മെട്രോയുടെ വൈപ്പിൻ ടെർമിനലിലേക്കാണ്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. 2023 ഏപ്രിൽ 26 പ്രവർത്തനം ആരംഭിച്ച വാട്ടർ മെട്രോ ഈ വർഷം ഏപ്രിൽ 26 ഒന്നാം വാർഷികത്തോട് അടുക്കുകയാണ്. 15ഓളം ഐഡൻറ്റിഫൈഡ് റൂട്ട്സാണുള്ളത്. 10 ദ്വീപുകളെ കണക്ട് ചെയ്യുന്നു. 38ഓളം ടെർമിനലുകളുണ്ട്. 33,000 ദ്വീപ് നിവാസികൾക്കാണ് ഈ മെട്രോയുടെ പ്രയോജനം. 50 മുതൽ 100 വരെ യാത്രക്കാരെ വഹിക്കാവുന്ന ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഒരേ ടിക്കറ്റ് ഉപയോഗിച്ച് കൊച്ചി മെട്രോയിലും വാട്ടർ മെട്രോയിലും സഞ്ചരിക്കാവുന്ന വിധത്തിന് സൗകര്യമുണ്ടായിരിക്കും. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സംയോജിത ജലഗതാഗത സംവിധാനവുമാണ് ഇത്. ഇതിൻ്റെ സമയം രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. 20 മിനിറ്റ് ഇടവേളക്കാണ് ഇത് സഞ്ചരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചി വാട്ടർ മെട്രോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ലഭ്യമാകും. വാട്ടർ മെട്രോ സ്റ്റേഷനുകളും ബോട്ടുകളും എല്ലാം വളരെ വൃത്തിയായി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചാൽ 100ഓളം പേർക്ക് ഇരിക്കാവുന്ന ബോട്ട് ഉടൻ സജ്ജമാകും. യാത്ര തിരിക്കുമ്പോൾ കൊച്ചി കായലിൻ്റെ സൗന്ദര്യം മുഴുവൻ കാണാൻ പറ്റുന്ന വിധത്തിൽ വിൻഡോ ഗ്ലാസുകളും ഈ ബോട്ടിന് 4 ഭാഗത്തുമുണ്ട്. ബോട്ടിലുള്ള സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് സ്ക്രീനിൽ ഇടയ്ക്കിടെ അറിയിപ്പും കാണിക്കുന്നുണ്ട്. ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള ടെർമിനലിലാണ് പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് മറൈൻ ഡ്രൈവിലെ നവീകരിച്ച പാതയിലൂടെ മുന്നോട്ട് നടന്നു നീങ്ങാം. കൊച്ചി കായലിൽ 100 രൂപ മുതൽ 2000 രൂപ വരെ വാടകയ്ക്ക് സഞ്ചരിക്കാവുന്ന നിരവധി ബോട്ടുകളും ക്രൂയിസുകളും കാണാം. ഒരു സോഡാ സർബത്തൊക്കെ കഴിച്ച് അല്പനേരം നടന്നു നീങ്ങി